വ്യാജ കള്ള് വിൽക്കുന്ന അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ള് ഷാപ്പുകളിലേക്കാണ് നമ്മൾ ന്യൂസ് ബസ് പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സകല വിവരങ്ങളുമായി ചേരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വ്യാജരേഖ ചമച്ച് ലൈസൻസ് സ്വന്തമാക്കിയ ഷാപ്പുകളിലെ കള്ളും വ്യാജം. റിപ്പോർട്ടർ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. പാലക്കാട് പെർമിറ്റ് എടുത്ത ഒരു തോട്ടത്തിലും കള്ളു ചെത്തുന്നില്ലെന്ന് ഉടമ മുത്തുകുമാർ റിപ്പോർട്ടറിനോട് സമ്മതിച്ചു. ഷാപ്പുടമ AV ശശി 65 തെങ്ങിന് പെർമിറ്റ് എടുത്തെങ്കിലും ഒന്നുപോലും ചെത്തുന്നില്ലെന്ന് വ്യക്തമായി. മൂവാറ്റുപുഴയിലെ 12ാം റേഞ്ചിലെ കള്ളുഷാപ്പുകളുടെ പ്രവർത്തനത്തിലും അടിമുടി തട്ടിപ്പാണ്. മൂവാറ്റുപുഴയിലെ തോട്ടങ്ങളിലും ഈ ഷാപ്പുകൾക്ക് വേണ്ടി കള്ള് ചെത്തുന്നില്ലെന്ന് റിപ്പോർട്ടർ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ആദ്യം കേൾക്കാം. ചേട്ടൻ്റെ പറമ്പില് അവിടെ തോട്ടത്തില് AV ശശി എന്ന ഒരാളുടെ ഷാപ്പിലേക്ക് കള്ളി എത്തുന്നുണ്ടോ? ഇല്ല, നമ്മുടെ അവർ നിർത്തി പോയിട്ടുണ്ട്. ചെത്തുന്നില്ല. ചെത്താൻ തുടങ്ങിയിരുന്നോ? അവർ TT അടിച്ചിട്ട് പണിക്കാർ കിട്ടിയില്ല പറഞ്ഞ അങ്ങനെ വിട്ടിട്ട് പോയി. ചെത്തിയിട്ടേ ഇല്ല. അവർ ചെത്തിയിട്ടേ ഇല്ല. ശരിക്കും അവർ എപ്പോൾ മുതലാ ചെത്തേണ്ടത്? കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ടതല്ലേ? ഏപ്രിൽ 1-ാം തീയതി മുതൽ ചെത്തേണ്ടത്. രാംഷ CP ചേരുന്നു. രാംഷ, വ്യാജമായ കള്ള് മനുഷ്യൻ കുടിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കും എന്നുള്ളതൊക്കെ കേരളം പലകുറി കണ്ടിട്ടുള്ളതാണ്. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നതും. തോട്ടമുടമ തന്നെ പറയുകയാണ് കള്ള് ചെത്തിയിട്ടില്ല എന്ന്. പിന്നെ എവിടെ നിന്നാണ് ഈ കള്ള് ഷാപ്പുകളിലേക്ക് കള്ളെത്തുന്നത്? ഈ കള്ള് എത്രയോ പേർ കുടിക്കുന്നുണ്ട്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാലക്കാട് മൂവാറ്റുപുഴയിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടറിന്റെ കണ്ടെത്തൽ എന്താണ് രാംഷ? റോഷ്നി, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെത്താതെ ഈ ഷാപ്പുകളിലേക്ക് എങ്ങനെ കള്ളെത്തുന്നു എന്ന ചോദ്യത്തിനാണ് മറുപടി ലഭിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്ത വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് ഈ ഷാപ്പിന് ലൈസൻസ് നേടി എന്നതായിരുന്നു. അന്ന് ഈ രേഖകൾ, അതായത് ലൈസൻസ് നേടുന്നതിന് വേണ്ടി സമർപ്പിച്ച രേഖകളിൽ ഈ ഉടമസ്ഥർ പറഞ്ഞിരുന്ന തോട്ടങ്ങൾ, അതായത് മൂവാറ്റുപുഴയിലെ 9-12 ഗ്രൂപ്പുകളിൽപ്പെടുന്ന ഷാപ്പുകളുടെ പരിധിയിൽ വരുന്ന തോട്ടങ്ങൾ, അത് മൂവാറ്റുപുഴ പരിസരങ്ങളിലുള്ള തോട്ടങ്ങളിൽ എവിടെയും ചെത്തില്ല, 10 വീതം പനകൾ ചെത്തുന്നു എന്നതായിരുന്നു ആ രേഖയിൽ രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ എവിടെയും ഇത്തരത്തിൽ ചെത്തുന്ന പനകളില്ല എന്ന് നമ്മുടെ അന്വേഷണത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പോഴാണ് ഇവർ മറ്റൊരു വാദം മുന്നോട്ട് വെക്കുന്നത്. അത് പാലക്കാട് നിന്നും കള്ള് ചെത്തി ഇവിടെ എത്തിക്കുന്നു, അതിന് പെർമിറ്റ് എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ ഷാപ്പുകളിൽ അളക്കുന്ന കള്ള് തികയാതെ വരുമ്പോൾ പാലക്കാട് നിന്ന് കൂടുതൽ കള്ള് ചെത്തുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നും പെർമിറ്റ് എടുത്ത് കള്ളുകൾ എത്തിക്കാറുണ്ട്. അത് സാധാരണയായി മറ്റു പല ജില്ലകളിലേക്കും പോകുന്നുണ്ട്. അത് നിയമപരമായി തന്നെയുള്ള കാര്യമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇവിടെ അങ്ങനെ പെർമിറ്റ് എടുത്ത 65 തെങ്ങുകൾ ചെത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പാലക്കാട് നിന്ന് ഇവർ പെർമിറ്റ് എടുത്ത് പാലക്കാട് നിന്ന് കള്ള് ഇവിടെ മൂവാറ്റുപുഴയിലെ ഷാപ്പുകളിൽ, അതായത് 12ാം ഗ്രൂപ്പിലെ ഷാപ്പുകളിൽ 3 ഷാപ്പുകളാണ്, അവിടെ എത്തിക്കുന്നു, വിതരണം നടക്കുന്നു, വിൽപ്പന നടത്തുന്നു എന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെ വിൽക്കണമെങ്കിൽ, പാലക്കാട് നിന്ന് കള്ള് എത്തിക്കണമെങ്കിൽ അവിടെ കള്ള് ചെത്തണമല്ലോ. അത്തരത്തിൽ ഒരു 65 തെങ്ങിന് ടാക്സ് അടച്ചു, ട്രീ ടാക്സ് അടച്ചു, രേഖകളെല്ലാം തയ്യാറാക്കി, രേഖകളെല്ലാം ഒക്കെയാണ് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അവിടെ എവിടെയും കള്ള് ചെത്തുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. നമ്മളോട് ഈ സ്ഥലത്തിന്റെ ഉടമ, അതായത് ഈ പാലക്കാട് തോട്ടത്തിന്റെ ഉടമ തന്നെയാണ് നേരത്തെ സംസാരിച്ചു. അദ്ദേഹം പറയുന്നുണ്ട് 65 തെങ്ങുകൾ ചെത്തുന്നതിന് വേണ്ടി ട്രീ ടാക്സ് അടച്ച് രേഖകളെല്ലാം തയ്യാറാക്കി, ഇദ്ദേഹവുമായി ഒരു എഗ്രിമെന്റും തയ്യാറാക്കി. പക്ഷേ അവിടെ കള്ളുചെത്ത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി മുതൽ ആരംഭിക്കേണ്ടുന്ന കള്ളുചെത്താണ്. പക്ഷേ 3 മാസം പിന്നിട്ടിട്ടും ഇപ്പോഴും അവിടെ ചെത്ത് തുടങ്ങിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടമയും അത് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ഈ 3 മാസവും എവിടെ നിന്നാണ് ഈ ഷാപ്പുകളിലേക്ക് കള്ളെത്തിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായുള്ളത്. ഈ ഷാപ്പുകളുമായി ബന്ധപ്പെട്ട്, അതായത് 9-12 ഗ്രൂപ്പുകളിലെ മൂവാറ്റുപുഴ റേഞ്ചിലെ ഷാപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത കൊണ്ടുവന്നു. പിറവം റേഞ്ചിലെ 1-ാം ഗ്രൂപ്പിലെ ഷാപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഈ ഷാപ്പുകളിലെല്ലാം വ്യാജരേഖ ചമച്ചാണ് ലൈസൻസ് നേടിയത്. അവിടെയെല്ലാം 12ാം ഗ്രൂപ്പിലും അതോടൊപ്പം തന്നെ പിറവം റേഞ്ചിലെ 1-ാം ഗ്രൂപ്പിലെയും ലൈസൻസികൾ ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞാൽ 12ാം ഗ്രൂപ്പിലെ ലൈസൻസിയുടെ മകന്റെ പേരിലാണ് ഈ പിറവം റേഞ്ചിലെ 1-ാം ഗ്രൂപ്പിലെ ഷാപ്പുകളുടെ ലൈസൻസ് ഉള്ളത്. ഈ 2 ഗ്രൂപ്പുകളിലുമായി 6 ഷാപ്പുകളുണ്ട്. ഇവിടെയെല്ലാം എങ്ങനെയാണ് ഈ കള്ളളക്കുന്നത് എന്നതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അത് ഈ ഷാപ്പ് ഉടമകൾ വിശദീകരിക്കണം. ഈ പറയുന്ന മൂവാറ്റുപുഴയിലെ ഇവർ സമർപ്പിച്ച രേഖകളിൽ പറയുന്ന ഒരു സ്ഥലത്തും കള്ള് ചെത്തില്ല എന്ന് മാത്രമല്ല 10 പന വീതം ചെത്തുന്നു എന്നതാണ് അവർ പറഞ്ഞത്. അവിടെ പന പോലും ഇല്ല എന്ന് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അവിടെ എവിടെയും ചെത്താത്ത
പാലക്കാട് നിന്ന് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പാലക്കാടും ചെത്തുന്നില്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുമ്പോൾ എവിടെ നിന്നാണ് ഈ 3 മാസക്കാലം ഇവിടെ വിതരണം ചെയ്ത വിൽപ്പന നടത്തിയ കള്ളെത്തിച്ചത് എന്നതിന് ഈ ഷാപ്പ് ഉടമകൾ മറുപടി പറയണം, എക്സൈസ് മറുപടി പറയണം. ഇത്തരത്തിൽ വലിയ അഴിമതിയാണ് ഈ കാര്യമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നതാണ്. നമ്മൾ നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ കേരളം പല രീതിയിലുള്ള മദ്യ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നാടാണ്. ഇവിടെ നിരവധി ആളുകളാണ് ഇത് ശുദ്ധമായ കള്ളാണ് എന്ന് കരുതി ഈ കള്ള് കുടിക്കാൻ എത്തിച്ചേരുന്നത്. അവർ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെ ചെത്തി ഇവർ ഷാപ്പുകളിൽ കൊണ്ടുവന്ന് അളക്കുന്ന കള്ള് യഥാർത്ഥ കള്ളാണ് എന്ന് കരുതിയിട്ടാണ് ഇത്തരം ആളുകൾ, പാവപ്പെട്ട സാധാരണക്കാരനായ മനുഷ്യരാണ് ഇവിടെ കള്ള് കുടിക്കാൻ എത്തുന്നത്. അവർ ഈ കള്ളുകുടിയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ആളുകൾ അവിടെ നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു ഷാപ്പിൽ കള്ള് കുടിക്കാൻ എത്തുമ്പോൾ അവർക്ക് മായം ചേർക്കാത്ത കള്ള് ലഭ്യമാക്കുക എന്നത് ഷാപ്പ് ഉടമകളുടെ ഉത്തരവാദിത്തമാണ്. അവിടെയാണ് ഇവർ ഇത്തരത്തിൽ ചെത്താതെ കള്ള് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ എന്ത് മാന്ത്രിക വടിയാണ് ഇവരുടെ കയ്യിലുള്ളത് എന്നതുകൂടി ഇവർ വ്യക്തമാക്കണം. കാരണം ചെത്താതെ എങ്ങനെയാണ് ഈ ഷാപ്പുകളിലേക്ക് കള്ളെത്തുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഇതിൽ എന്തോ മായമുണ്ട് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും രാംഷ, അടിമുടി അന്വേഷണം നടക്കേണ്ട ഒരു കാര്യമാണ്, കണ്ടെത്തലാണ് റിപ്പോർട്ടർ ടിവിയിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിലൂടെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, ചെത്തുന്നില്ലെങ്കിൽ എന്താ കിട്ടുന്നില്ലേ എന്ന്. അത് കിട്ടുന്നതാണ് വലിയ പ്രശ്നം. കാരണം ലൈസൻസ് ഇല്ലാതെയാണ് കള്ള് ഷാപ്പുകൾ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ വിൽക്കുന്ന കള്ള് അത് പാലക്കാട് നിന്ന് വരുന്നു എന്ന് പറയുന്നു, അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു. അവിടെയൊക്കെ അന്വേഷിക്കുമ്പോൾ അങ്ങനെ തോട്ടങ്ങളിൽ കള്ള് ചെത്തുന്നതേയില്ല. അപ്പോൾ ഈ കള്ളെത്തുന്നത് എവിടെ നിന്നാണ്? ഇത് വ്യാജ കള്ളല്ലേ എന്നുള്ളതാണ് റിപ്പോർട്ടർ ചോദിക്കുന്ന ചോദ്യം.